നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ പൊന്നുമാതിരാസ് വേൾഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ യൂട്യൂബ് സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ, കഴിഞ്ഞ മാസം ജൂൺ 8-ാം തീയതി എൻ്റെ യൂട്യൂബ് ചാനൽ റിമൂവ് ആയിപ്പോയി. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 22 ദിവസത്തിന് ശേഷം ഇന്നലെ ഉച്ചയ്ക്കാണ് എൻ്റെ ചാനൽ എനിക്ക് തിരിച്ചു കിട്ടിയത്. അപ്പോൾ അതിനിടയിൽ നടന്ന കുറേ കാര്യങ്ങൾ, അതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എനിക്ക് വന്ന ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ആർക്കും വരാതിരിക്കാനും, അഥവാ ഇങ്ങനൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നതുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും യൂട്യൂബേഴ്സ് ആരെങ്കിലും ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. യൂട്യൂബേഴ്സ് എല്ലാവരും തന്നെ ഈ വീഡിയോ കാണണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത്, 6 വർഷമായി ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ബ്യൂട്ടി, ലൈഫ് സ്റ്റൈൽ, ഫാഷൻ കണ്ടന്റുകളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഫാമിലി ആയിട്ട് നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് അങ്ങനത്തെ ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. ബർത്ത്ഡേ സെലിബ്രേഷൻസ്, അങ്ങനത്തെ ചെറിയ ചെറിയ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 580 സംതിങ് എന്തോ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ 6 വർഷത്തിനിടയ്ക്ക്. അപ്പോൾ കുറേയൊക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ മുൻപ് ചെയ്ത കണ്ടന്റുകളൊക്കെ ഒരു പരിധി വരെ മറന്നു പോകും. ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും യൂട്യൂബ് ചാനലിൽ ചെയ്ത വീഡിയോസ് ബാക്കപ്പ് എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് നല്ല കണ്ടന്റുകളാണെന്ന് തോന്നുന്നത് നിർബന്ധമായിട്ടും ബാക്കപ്പ് എടുത്ത് വെച്ചോളൂ. നമ്മുടെയൊക്കെ യൂട്യൂബ് ചാനൽ എപ്പോഴാണ് എങ്ങനെയാണ് നഷ്ടപ്പെടുക എന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. എൻ്റെ ചാനൽ റിമൂവ് ആയത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സാഹചര്യത്തിലാണ്. എനിക്ക് ചാനലിൻ്റെ സൈഡിൽ നിന്ന് ഒരു മെയിലോ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഒരു നോട്ടിഫിക്കേഷനോ അങ്ങനത്തെ ഒരു ഇൻറ്റിമേഷനും ഇല്ലാതെ ഒരു ദിവസം പെട്ടെന്ന് നോക്കിയ സമയത്ത് എനിക്ക് യൂട്യൂബ് ചാനൽ നഷ്ടമായിട്ടുണ്ടായിരുന്നു. യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് നമുക്ക് ഒരു ആക്സസും ഉണ്ടാവില്ല. യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കുമ്പോൾ നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് വരിക. യൂട്യൂബ് നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഈ ചാനൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് ചൈൽഡ് സേഫ്റ്റിയുമായി റിലേറ്റ് ചെയ്ത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് ചെയ്തുകൊണ്ട് ഈ ചാനൽ റിമൂവ് ആയിട്ടുണ്ട് എന്നാണ് എൻ്റെ ചാനൽ എനിക്ക് സെർച്ച് ചെയ്ത സമയത്ത് അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആകെ പാനിക്കാവും. എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഒട്ടും അറിയില്ല. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2025 യൂട്യൂബ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ എല്ലാവരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതാണ്. അതിൽ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ വയലേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മുടെ എല്ലാ വീഡിയോസും എടുത്തിട്ട് മാക്സിമം ക്രോസ് ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു 10 മിനിറ്റുള്ള വീഡിയോയിൽ ഒരു 2-3 സെക്കൻഡുകൾ അടങ്ങുന്ന ഒരു ക്ലിപ്പ് ഉണ്ടായാൽ വരെ നമുക്ക് ചാനൽ റിമൂവ് ആയി പോകും. അത് പലർക്കും ചാനൽ റിമൂവ് ആയതിനു ശേഷം തിരിച്ച് കിട്ടാത്തവരും ഉണ്ട്. എന്നാൽ 90 ഡേയ്സിനുള്ളിൽ തിരിച്ച് കിട്ടിയവരുണ്ട്, നെക്സ്റ്റ് ഡേ തിരിച്ച് കിട്ടിയവരുണ്ട്. അപ്പോൾ പലരും പല എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് ചൈൽഡ് സേഫ്റ്റിയുമായി റിലേറ്റ് ചെയ്തിട്ട് എൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെയിലാണ്. ആ മെയിലിനകത്ത് ഏത് വീഡിയോയ്ക്കാണ്, എന്തുകൊണ്ടാണ് എന്നൊന്നും ആ മെയിലിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ മെയിൽ നമ്മളൊന്ന് സ്ക്രോൾ ചെയ്ത് വരുമ്പോഴത്തേക്കും താഴെ നമുക്ക് അപ്പീൽ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് മാത്രമേ നമുക്ക് ഇതിലൊരു ഓപ്ഷനുള്ളൂ. നമുക്ക് ചാനലിൽ എന്ത് സംഭവിച്ചു എന്നറിയാൻ നമുക്ക് വന്ന മെയിലിൽ തിരിച്ച് നമുക്ക് റിപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇല്ല. അപ്പോൾ ഈ അപ്പീൽ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. ഈ അപ്പീൽ എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ മെയിലിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുക്കുന്നതാണ്. ആ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പീൽ കൊടുക്കാനുള്ള ആ ഒരു ഇതിലേക്ക് കണക്റ്റ് ആവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. പിന്നെ ഈ മെയിൽ വരുന്നതിനോടൊപ്പം ചാനലിൻ്റെ URL ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. നേരത്തെ ചാനലിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിലും ആ ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ചാനൽ ഓപ്പൺ ആവില്ല. അപ്പോൾ ചാനൽ URL നമ്മൾ എന്തായാലും എടുത്തു വയ്ക്കുക. അതുപോലെ ചാനൽ URL അവർ അയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കോപ്പി ചെയ്തിട്ട് വേണം നമ്മൾ അപ്പീൽ കൊടുക്കാനായിട്ട്. ഇനി ഈ പാനിക് ആയിരിക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് അപ്പീൽ കൊടുക്കരുത്. നമുക്ക് ആകെ 1000 വേർഡ്സിലെ ഈ അപ്പീൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ ഈ 1000 വേർഡ്സ് നമ്മൾ എന്താണ് എഴുതേണ്ടത് എന്ന് നമുക്ക് കൃത്യമായി ഒരു ധാരണ വേണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഫീൽഡിൽ എനിക്കറിയുന്ന എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ഇങ്ങനെ അപ്പീൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, മാക്സിമം നന്നായി ആലോചിച്ചിട്ട് അതിനകത്ത് എഴുതാനുള്ളതൊക്കെ എഴുതിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ഈ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ചൈൽഡ് സേഫ്റ്റി റിലേറ്റ് ചെയ്ത് വന്നു എന്ന് പറയുമ്പോൾ എൻ്റെ കുട്ടികളുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് വീഡിയോ ആണ് മോശമായിട്ട് ഞാൻ ചെയ്തത്, എന്താണ് ഞാൻ വയലേറ്റ് ചെയ്തതെന്ന് എനിക്ക് ഒരു ധാരണയുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറേ ആലോചിച്ചതിന് ശേഷമാണ് എനിക്ക് അതിനൊരു ഉത്തരം കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനു മുന്നേ ഞാൻ അപ്പീൽ കൊടുത്തിട്ടുണ്ടായിരുന്നു.
അപ്പീൽ കൊടുത്ത സമയത്ത് ഞാനൊന്നും വയലേറ്റ് ചെയ്തിട്ടില്ല, എൻ്റെ ചാനൽ എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സെൻറ്റിമെൻ്റൽ ആയിട്ടുള്ള ഒരു ലെറ്ററായിരുന്നു ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഫസ്റ്റ് അപ്പീൽ കൊടുക്കുന്ന സമയത്ത് എന്താണ് നമ്മുടെ പ്രശ്നമെന്നുള്ളത് നമ്മൾ വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതിനകത്ത് എന്നിട്ടും നമുക്ക് ഓർക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് സ്ട്രൈക്ക് വന്നതെന്നുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ഈ ചാനലിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിൽ നമ്മൾ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഒന്നും സ്ട്രൈക്ക് ചെയ്തിട്ടില്ല എന്ന് 100% ഉറപ്പുണ്ടെങ്കിൽ ഞാൻ വയലേറ്റ് ചെയ്തിട്ടില്ല. എൻ്റെ ചാനൽ ഒന്നുകൂടെ വെരിഫൈ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് എൻ്റെ ചാനൽ എനിക്ക് സ്ട്രൈക്ക് വന്നത്, അല്ലെങ്കിൽ ഏത് വീഡിയോ ആണ് എന്ന് എനിക്ക് കൂടെ അറിയാൻ താല്പര്യമുണ്ട്. അതിൻ്റെ ലിങ്കോ കാര്യങ്ങളോ എനിക്ക് അതൊന്ന് പ്രൊവൈഡ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങൾ ഈ ഒരു 1000 വേർഡ്സിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഡിയർ യൂട്യൂബ് ടീം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലെറ്റർ, അപ്പീൽ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഈ അപ്പീലിനകത്ത് നമുക്ക് നമ്മുടെ ചാനലിനെയും പിന്നെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മെയിൽ ID, നിങ്ങളുടെ ചാനലിലെ URL ഇതൊക്കെ ടൈപ്പ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. കൂടാതെ ഈ 1000 വേർഡ്സ് എഴുതാനുള്ള ഒരു കോളം കൂടി ഉണ്ടാവും. ഈ അപ്പീൽ കൊടുത്ത സമയത്ത് എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അപ്പീൽ റിജക്റ്റ് ചെയ്തുകൊണ്ട് ഇനി ചാനൽ തിരിച്ചു കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് മെയിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതോടുകൂടി ഞാൻ സകലതും പോയി, എൻ്റെ ജീവമായി നഷ്ടപ്പെട്ടതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായത്. നമ്മൾ 6 വർഷത്തോളം ഹാർഡ് വർക്ക് ചെയ്തു, ഇത്രയും കണ്ടൻറ്റുകൾ ചെയ്തു, സത്യസന്ധമായിട്ട് ഒരുപാട് കണ്ടൻറ്റുകൾ ചെയ്തു, എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല, നമ്മൾ ആകെ സ്റ്റക്കായി പോവുകയാണ്. അപ്പോൾ റിമൂവ് ആയി എന്ന് പറയുമ്പം നമ്മുടെ ലൈഫിൽ നമ്മൾ കൂടെ കൊണ്ടു നടന്ന, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇരുന്ന ഒരാൾ നഷ്ടപ്പെട്ട ആ ഒരു ഫീലിംഗ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരു ആക്സസും ഇല്ല ചാനലിൽ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ആക്സസും ഇല്ല. ഇപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും എൻ്റെ ചാനൽ എടുത്ത് നോക്കുന്നവരും എന്തു പറ്റിപ്പോയി, എവിടെ പോയി, എന്താ സംഭവിച്ചതെന്ന് അറിയാൻ ഒരു ഓപ്ഷനും ഇല്ല. ഈ ഓൾട്ടർനേറ്റ് ആയിട്ട് ഒരു ചാനൽ ഉണ്ടായിരുന്നു, എൻ്റെ ചോട്ടൂൻ്റെ, അതായത് എൻ്റെ മോൻ്റെ ഒരു ചാനൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ചാനൽ എനിക്ക് ലൈവ് വരാൻ പറ്റി. ലൈവ് വന്നതുകൊണ്ട് അതിൽ കുറച്ച് പേർക്ക്, ഒരുപാട് റീച്ചൊന്നും ആ വീഡിയോ പോയിട്ടില്ല, കുറച്ച് പേർക്കെങ്കിലും അറിയാൻ പറ്റി എൻ്റെ ചാനലിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യം ഉണ്ടായത് ആ ഒരു കാര്യമാണ്, എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി എന്നറിയിക്കാനുള്ള. വീണ്ടും അപ്പീൽ കൊടുത്ത സമയത്ത് ഞാൻ നന്നായി ആലോചിച്ച് നോക്കിയപ്പം എൻ്റെ മോൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 1 വർഷം മുൻപ് ഒരു ഓയിൽ മസാജ് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ട്രഡീഷണലായിട്ട് ഡയപ്പറിന് പകരം ലെങ്കോട്ടിയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി മേ ബി അതായിരിക്കുമോ റീസൺ എന്ന് എനിക്ക് തോന്നി. കാരണം ന്യൂഡിറ്റി പാടില്ല, ഗൈഡ് ലൈൻസ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ന്യൂഡിറ്റി നമ്മൾ കാണിക്കാൻ പാടില്ല. അപ്പം അതിൽ കുട്ടികളുടെ അങ്ങനെ ഒരു പോർഷൻ നമ്മൾ കാണിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അത് ഞാൻ കാണിച്ചിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് സ്ട്രൈക്ക് വന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ഇത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് വീണ്ടും ഞാനൊരു അപ്പീൽ കൊടുത്തു. എൻ്റെ മോന് 2 മാസം പ്രായമുള്ളപ്പോൾ ഇങ്ങനെ ഒരു ഓയിൽ മസാജ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ ന്യൂഡിറ്റി ഒന്നും കാണിച്ചിട്ടില്ല, ട്രഡീഷണൽ ലെങ്കോട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും ഒരു അപ്പീൽ കൊടുത്തു. നമുക്ക് കുറേ പ്രാവശ്യം അപ്പീൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ കുറേ പ്രാവശ്യം അപ്പീൽ കൊടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് മുന്നത്തെ ഞാനൊരു വീഡിയോ റെഫറൻസിന് വേണ്ടി എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എന്നാലും നമുക്ക് ചെയ്യാൻ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല അപ്പീൽ കൊടുക്കുക എന്നുള്ളതല്ലാതെ. അപ്പോൾ ഞാൻ അങ്ങനെ വീണ്ടും അപ്പീൽ കൊടുത്തപ്പം അവർ വീണ്ടും റിജക്റ്റ് ചെയ്തു. ഓൾറെഡി നമ്മൾ ചെക്ക് ചെയ്തതാണ്, ഇതിൽ വയലേഷൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എഗെയിൻ അപ്പീൽ കൊടുത്തു. ഇതുപോലെ തന്നെ ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട്, വളരെ എന്താ പറയുന്നത്, നമ്മൾ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൊടുത്തു. അപ്പോഴും റിജക്റ്റായി. ഫൈനലി ഇന്നലെ ഞാൻ എൻ്റെ ചാനൽ ഇനി നിർത്തുകയാണ്. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഒരു മുന്നറിയിപ്പും കൂടാതെ നമ്മുടെ ചാനൽ നഷ്ടപ്പെടുമ്പോൾ ഇനി എന്തിന് നമ്മൾ പുതിയൊരു ചാനൽ തുടങ്ങേണ്ട ആവശ്യം എന്നുള്ളൊരു ചിന്താഗതി നമുക്ക് എല്ലാവർക്കും വരുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ അങ്ങനെ ഒരു വിചാരിച്ചിരിക്കാൻ, അക്സെപ്റ്റ് ചെയ്യാൻ കുറേ ബുദ്ധിമുട്ടെങ്കിൽ പോലും ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ ഒരു അവസാന ശ്രമം എന്നുള്ള രീതിയിൽ ഇന്നലെ ഞാൻ വീണ്ടും ഒരു അപ്പീൽ ചെയ്തു. ആ അപ്പീൽ ചെയ്തതിനകത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ
കണ്ടൻറ്റ് എന്തുകൊണ്ടാണ് വയലേറ്റ് ചെയ്തതെന്നുള്ള കണ്ടൻറ്റ് ഒന്ന് അറിയാൻ പറ്റുമോ? അതുപോലെ തന്നെ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ഞാൻ വയലേഷനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്. അങ്ങനെ ബ്രീഫ് ചെയ്തുകൊണ്ട് ഞാനൊരു മെയിലൂടെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കുട്ടിയുടെ വീഡിയോ എൻ്റെ സ്വന്തം കുട്ടിയാണെന്നും കുട്ടികളെ കുറിച്ചിട്ട് ഞാൻ മോശമായിട്ടുള്ള ഒരു കണ്ടൻറ്റ് ചെയ്തിട്ടില്ലെന്നും യൂട്യൂബിൻ്റെ സ്ഥലത്ത് മേ ബി മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായതായിരിക്കാം, ഒന്നുകൂടെ നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യണമെന്നും എൻ്റെ ചാനൽ തിരിച്ചു തരണമെന്നും റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് വീണ്ടും ഞാൻ അപ്പീൽ ചെയ്തു. കുറച്ച് സമയങ്ങൾക്കുള്ളിൽ ഒരു സന്തോഷ വാർത്ത എന്ന പോലെ എനിക്കൊരു മെയിൽ വന്നു. നിങ്ങൾ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഒന്നും സ്ട്രൈക്ക് ചെയ്തിട്ടില്ല, നമ്മൾ ക്രോസ് ചെക്ക് ചെയ്ത സമയത്ത് നിങ്ങളുടെ ചാനലിൽ അങ്ങനെയൊന്നും കാണാൻ പറ്റിയില്ല, നമ്മളെ സൈഡിലും ചിലപ്പോൾ മിസ്റ്റേക്സ് സംഭവിക്കാൻ എൻ്റെ ചാനൽ തിരിച്ചു കിട്ടുന്നു എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് മെയിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോ എടുത്ത് നോക്കിയപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമുക്ക് ചാനലിലേക്കുള്ള ഒരു ആക്സസ് കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് എഗെയിൻ എൻ്റെ ചാനൽ തിരിച്ചു കിട്ടി. അതിനകത്ത് ഒരു വാർണിംഗ് പോലെ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ റിവ്യൂ ചെയ്തിട്ട് ഇന്ന ഒരു വീഡിയോയ്ക്കാണ് സ്ട്രൈക്ക് വന്നിരിക്കുന്നത്. ഞാനത് നോക്കിയ സമയത്ത് 4 വർഷം മുൻപ് ഞാൻ എൻ്റെ മോൻ്റെ ഒരു ബർത്ത്ഡേ വിഷസ് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിനകത്ത് അവൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ബനിയനൊന്നും ഇടാതെ ഒരു ഫോട്ടോ അതിനകത്തുണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് ന്യൂഡിറ്റി പോലെയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ അങ്ങനെ ഒരു ഫോട്ടോ അതിനകത്തുണ്ടായിരുന്നു. അതായിരുന്നു എനിക്ക് സ്ട്രൈക്ക് വരാനുള്ള ഒരു റീസൺ. അപ്പോൾ ഞാനിത് തിരിച്ചറിഞ്ഞതും ഞാൻ പെട്ടെന്ന് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ ഇങ്ങനെ നമ്മൾ ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഓപ്ഷൻ ഉള്ളത്. അതല്ലാതെ നമ്മൾ വീഡിയോ പെട്ടെന്ന് പ്രൈവറ്റ് ആക്കി വെക്കുന്നതുകൊണ്ട് വേറെ ഒരു കാര്യവുമില്ല. നമ്മളുടെ കയ്യിലുള്ള വീഡിയോസ് ഓൾറെഡി വ്യൂ പോയതാണെന്നുണ്ടെങ്കിൽ നമ്മളിത് പ്രൈവറ്റ് ആക്കി വെച്ചാലും ചാനലിന് അത് ആക്സസ് ഉണ്ടായിരിക്കുന്നതാണ് വീഡിയോ. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം വീഡിയോസ് ഡിലീറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഇത് ഇപ്പം ചൈൽഡ് സേഫ്റ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് വന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇതുപോലെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. നമ്മളിപ്പം മറ്റുള്ളവരുടെ കണ്ടന്റ് എടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും പിക്ചേഴ്സ് യൂസ് ചെയ്യുക, തമ്പനെയിൽസ് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ യൂസ് ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോഴും എൻ്റെ ചാനൽ പെർഫെക്റ്റ് അല്ല. ഇതുപോലെ ഗൈഡ് ലൈൻസ് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഇനിയും എനിക്ക് ഓരോരോ വീഡിയോ ആയിട്ട് എടുത്ത് നോക്കി ക്രോസ് ചെക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാനുള്ളതൊക്കെ മാക്സിമം ഡിലീറ്റ് ചെയ്യാനുണ്ട്. 500 and above വീഡിയോസ് ഉള്ളതുകൊണ്ട് അതത്ര എളുപ്പമല്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്, നിങ്ങൾ ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വീഡിയോ ചെക്ക് ചെയ്യാൻ തുടങ്ങിക്കോളൂ എന്നൊരു അറിവ് തരാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുണ്ടായത്. ഷോർട്സ് ആവാം, മുമ്പത്തെ ടിക്ടോക്ക് വീഡിയോസ് ആവാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇത് വരുന്ന എന്തെങ്കിലും വീഡിയോസ് ആവാം. ഇപ്പോൾ എൻ്റെ ചാനലിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ വന്നിരിക്കുന്നത് 90 ഡേയ്സോളം അവർ നമ്മുടെ ചാനൽ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ ചാനൽ വീണ്ടും റിമൂവ് ആയേക്കാം എന്നാണ് എനിക്ക് വന്നിരിക്കുന്ന ഒരു വാർണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും നമ്മുടെ ചാനൽ നഷ്ടപ്പെട്ടേക്കാം. ഈ ഗൈഡ് ലൈൻസ് 2025 റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാറിയത് എങ്കിൽ പോലും 10 വർഷം മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഇതിനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് കാര്യം. അല്ലാതെ 2025 റൂള് വന്നെന്ന് കരുതി 2025 വീഡിയോസിന് മാത്രമല്ല ഈ ഒരു കാര്യം എഫക്റ്റ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഫ്രം ദ ബിഗിനിങ് തൊട്ടിട്ട് നമ്മുടെ വീഡിയോയിൽ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാനായിട്ട്. യൂട്യൂബ് സ്റ്റുഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും മ്യൂസിക്കിനൊക്കെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്ന് കിടക്കുന്നുണ്ട്, മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് വന്ന് കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, തേർഡ് പാർട്ടി കണ്ടന്റ് യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. മാക്സിമം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഡിലീറ്റ് ചെയ്ത് കളയുന്നത് തന്നെയാണ് നല്ലത്. യൂട്യൂബ് തരുന്ന മ്യൂസിക്കുകൾ മാത്രം യൂസ് ചെയ്യുക. ഞാനൊക്കെ മുൻപ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നോൺ കോപ്പിറൈറ്റ് മ്യൂസിക് എന്ന് പറഞ്ഞ് യൂട്യൂബിൽ ഒരുപാട് വീഡിയോസും മ്യൂസിക്സ് ഒക്കെ കിടക്കുന്നുണ്ട്, അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവരത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. നോൺ കോപ്പിറൈറ്റ് മ്യൂസിക് എന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ പല വീഡിയോകളിലും ഡേ ഇൻ മൈ ലൈഫിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതൊക്കെ ഇപ്പോൾ കോപ്പിറൈറ്റ് സ്ട്രൈക്കിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് വീഡിയോയിൽ പറയാനുള്ളത്. ഒരു കാര്യം, നിങ്ങളെല്ലാവരും ബിവെയർ ആയിട്ടിരിക്കുക. ഡെയിലി മെയിൽ ചെക്ക് ചെയ്യുക, ഡെയിലി യൂട്യൂബ് എടുത്ത് നോക്കുക. യൂട്യൂബിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോളിസീസ് എന്ന് പറഞ്ഞിട്ടുള്ള നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. ആ പോളിസീസ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ചാനലുമായി റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എൻ്റെ കേസിൽ ഇങ്ങനെ യാതൊരു രീതിയിലും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ചാനൽ റിമൂവ് ആയതിനു ശേഷം
പിന്നീട് ഇപ്പോൾ 2 വീഡിയോസ് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇൻറ്റിമേഷൻ ഒന്നും ചിലപ്പോൾ തരാതെ വീണ്ടും റിമൂവ് ആവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. എനിവേ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. ഞാൻ സംസാരിച്ചത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ ഒരു ടെക് ചാനലൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ബ്രീഫ് ചെയ്യാനൊന്നും എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഡെമോൺസ്ട്രേഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോനകത്ത് താഴെ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡെമോൺസ്ട്രേഷനായിട്ട് എന്തായാലും ചെയ്യുന്നതായിരിക്കും. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വ്യക്തമായി കാണുമെന്ന് വിചാരിക്കണം. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ് our channel. This is Adira signing off. Take care and bye bye.